മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം 2025 മാർച്ച് മാസത്തിലെ കർക്കടകം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, സൂര്യനും ശനിയും കുംഭം രാശിയിലും, ബുധൻ ശുക്രൻ രാഹു എന്നീ 3 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മാർച്ച് 14 തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും, മാർച്ച് 29 തീയതി ശനിയും കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ 7.5 ശനി അവസാനിക്കുന്നതായിരിക്കും. അതുപോലെ കുംഭം രാശിക്കാരുടെ 7.5 ശനിയുടെ 3-ാം ചരണം, മീനം രാശിക്കാരുടെ 2-ാം ചരണം, മേടം രാശിക്കാരുടെ 1-ാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും. കർക്കടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതായിരിക്കും. ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി 8-ൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും. ഇടവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് ഇനി നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 12-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. കൂടുതൽ ടെൻഷൻ എടുക്കുന്നത് കാരണം തലവേദന, മൈഗ്രെയിൻ എന്നിവയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ മനസ്സിനെ നന്നായി കൺട്രോൾ ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോകരുത്. അതും നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവമാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് വിദ്യാഭ്യാസ സംബന്ധമായ തീരുമാനങ്ങൾ ധൃതി പിടിച്ചെടുക്കുവാൻ പാടില്ല. അഥവാ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും പേരൻസ്, ടീച്ചർ എന്നിവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് വേണം എടുക്കുവാൻ. ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്കത്ര ശുഭകരമായിരിക്കത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിച്ച് വലുതാക്കുന്നതും അത് പിന്നീട് പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കുന്നതുമായിരിക്കും. അതിനാൽ ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ കുറച്ചൊക്കെ ശാന്തി ലഭിക്കുന്നതായിരിക്കും. സുഖസ്ഥാനാധിപനായ ശുക്രൻ മീനത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ സുഖസ്ഥിതികളിൽ കുറവൊന്നും ഉണ്ടാകുന്നതല്ലായിരിക്കും. വാഹനം, പ്രോപ്പർട്ടി എന്നിവയിൽ നിന്നും ലാഭസ്ഥിതികൾ ലഭിക്കുന്നതാണ്. വാഹനം, ആഭരണം എന്നിവ വാങ്ങാനും യോഗമുണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് നിങ്ങളുടെ 8-ാം ഭാവത്തിലാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ്. മാർച്ച് 29 തീയതി ശനി മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഷ്ടമശനിയുടെ പ്രഭാവം മാറുന്നതായിരിക്കും. ശനി ഇപ്പോൾ സ്വരാശിയിലും മൂലത്രികോണസ്ഥാനത്തും നിൽക്കുന്നതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ല. എങ്കിലും ശനിയുടെ സ്വഭാവമനുസരിച്ച്
ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ടുകൾ ചിലപ്പോൾ താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ടാകാനും ഇടയുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം ഈ മാസം സാമാന്യമായിരിക്കും. നിങ്ങളുടെ 6ാം ഭാവാധിപൻ ഗുരുവാണല്ലോ. ഗുരു നിൽക്കുന്നത് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. കോർട്ട് കേസുകളും മറ്റുമുണ്ടെങ്കിൽ അതിന് തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുന്നത് ശുഭകരമായിരിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് തിരിച്ചു കിട്ടിയെന്നും വരില്ല. ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 9ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ്. ഇത് ശത്രുരാശിയാണെങ്കിലും ഗുരു നിങ്ങൾക്ക് ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും. കൂടാതെ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്നുണ്ട്. ഇവിടെ ബുധനും നീചഭംഗ രാജയോഗം നിർമ്മിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഭാഗ്യസ്ഥിതികൾ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. മാർച്ച് 14-ാം തീയതി സൂര്യൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നതിനാൽ ഗ്രഹണദോഷം സംഭവിക്കുന്നതായിരിക്കും. കൂടാതെ 29-ാം തീയതി സൂര്യഗ്രഹണവും മീനം രാശിയിൽ സംഭവിക്കുന്നതാണ്. അതിനാൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ. റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതുമായിരിക്കും ശുഭകരം. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. എല്ലാവരെയും ഡൊമിനേറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇത് ചിലപ്പോൾ കരിയറിൽ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മൾട്ടിനാഷണൽ കമ്പനികളിലും വിദേശത്തും മറ്റും ജോലികൾ ചെയ്യുന്നവർക്ക് കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ ഈ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതുമായിരിക്കും. ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി നല്ലതായിരിക്കും. 2ാം പകുതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും. ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും, ഇൻകം വർദ്ധിക്കും. പക്ഷേ അതുപോലെ ചിലവുകളും കൂടുന്നതായിരിക്കും. അതിനാൽ പൈസ സേവ് ചെയ്യുവാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും. പാർട്ട്ണർഷിപ്പിലുള്ളവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ. ഇത് ബിസിനസ്സിൽ ക്ലാരിറ്റി വരാൻ ഇടയാക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതികൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് കർക്കിടകം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.